ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. കർത്താവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വചനഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായി 21-28 ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന ഒരു പിതാവിൻ്റെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. സാധാരണ നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കേട്ട് പരിചിതമായ ഇതിൻ്റെ വചന വിചിന്തനമുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിചിന്തനമാണ്, ഒരു ചിന്തയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. കണ്ടോ, മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ ഒരപ്പൻ തൻ്റെ മക്കളോട് പറയുന്നു. മുന്തിരിത്തോട്ടം, നമ്മൾ അതിനെ ഒന്ന് എടുക്കാൻ പോവാം. മുന്തിരിത്തോട്ടത്തെ പറ്റി നമ്മൾ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവാം. നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ മുന്തിരിത്തോട്ടം അല്ലെ മുന്തിരിച്ചെടി, മുന്തിരി കൃഷി, ഇവയൊക്കെ സമൃദ്ധിയുടെ അടയാളമാണ്. മനസ്സിലായോ? സമൃദ്ധിയുടെ ഒരു അടയാളം, സന്തോഷത്തിൻ്റെ ഒരു അടയാളം, ഒരു പൂർണ്ണത ആണ്. നമ്മൾ വായിച്ച നിയമാവർത്തനം 8:8 നമുക്കൊന്ന് എടുക്കാം. നിയമാവർത്തനം 8:8 അവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട് വാഗ്ദാന ദേശത്തെ പറ്റി പറയുന്ന വചനഭാഗമാണ്. വാഗ്ദാന ദേശത്തിൻ്റെ ആ നന്മയെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു. നിയമാവർത്തനം 8:8 ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും മാതള നാരകങ്ങളും ഒലിവ് മരങ്ങളും തേനുമുള്ള ദേശമാണത്. കണ്ടോ? അപ്പോൾ നല്ല സമൃദ്ധമായ ഒരു ദേശം. കാനാൻ ദേശത്തെ പറ്റി ദൈവം പറയുന്നത്, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, ഒന്നിനും ഒരു മുട്ടില്ലാത്ത ഒരു സമൃദ്ധമായ ഒരു ദേശം. ആ ദേശത്തിൻ്റെ സമൃദ്ധി വിവരിക്കുമ്പോൾ ദൈവം മുന്തിരിത്തോട്ടം, മുന്തിരിച്ചെടികൾ, കണ്ടോ അല്ലേ, മറ്റുള്ള വിവരണങ്ങളോട് കൂടെ തന്നെ മുന്തിരിച്ചെടികളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഈ മുന്തിരിത്തോട്ടം, മുന്തിരിച്ചെടി, മുന്തിരി കൃഷി ബൈബിൾ പ്രകാരം സമൃദ്ധിയുടെ ഒരു അടയാളം. മനസ്സിലായോ? വീണ്ടും നമുക്ക് കാണാൻ കഴിയും. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 23-ാം വാക്യം അവിടെ പറയുന്നതാണ്, അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്ത് 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ട് പോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്തു. കണ്ടോ, ഒരു മുന്തിരിക്കുല അത് മുറിച്ചെടുത്തു ഇല്ലേ? എന്നിട്ട് അത് എങ്ങനെയാണ് കൊണ്ടുവന്നേ? 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്ന് കൊണ്ടുപോകുന്നതാ. അതെന്താണ് അങ്ങനെ? ഇപ്പോൾ നമുക്കറിയാം, ഒരു മുന്തിരിക്കൊല അതിൻ്റെ വലിപ്പം എത്ര ഉണ്ട് നമുക്കറിയാം. അത് നമ്മുടെ കൈവെള്ള ഇരിക്കാവുന്നേ ഉള്ളൂ ഇല്ലേ? ഒരു മുന്തിരിക്കൊല നമ്മുടെ കൈവെള്ളയിൽ ഒരാൾക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം.
അവിടെയാണ് വചനം പറയണം, ആ മുന്തിരിക്കോല എങ്ങനെയാണ് കൊണ്ടുപോയത്? 2 പേർ കൂടി തണ്ടിന്മേൽ, കണ്ടോ, അത് എടുക്കാൻ വയ്യ, ആ രീതിയിൽ 2 പേർ ചേർന്ന് ചുമന്നു കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അതായത് അത്രമാത്രം സമൃദ്ധിയുടെ ഒരു എക്സ്ട്രീം ലെവല്, കണ്ടോ, ആ വലിയ പൂർണ്ണത, അങ്ങനെ വേണേൽ പറയാം. അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ പൂർണ്ണത, വലിയ സന്തോഷം, അതിനെയാണ് ഈ മുന്തിരി തോട്ടം, മുന്തിരി ചെടി ഒക്കെ സൂചിപ്പിക്കുന്നത് ബൈബിളിൽ. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ കേട്ട ഈ 2 വചനഭാഗവും നമ്മൾ ആദ്യം വായിച്ച മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യവും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഈ മത്തായി 21-28 ഈ പിതാവ് തൻ്റെ മക്കളെ, മൂത്തവനെയും ഇളയവനെയും, തൻ്റെ മക്കളെ എവിടേക്ക് പോകാനാണ് വിളിച്ചത്? മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാനാണ് വിളിച്ചത്, ഇല്ലേ? അതായത് ആത്മീയമായ ഒരു ബൈബിൾ അർത്ഥപ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സമൃദ്ധിയിലേക്ക് പോകാനാണ് ഈ അപ്പൻ തൻ്റെ മക്കളോട് പറഞ്ഞത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ചിന്തിക്കാം. സന്തോഷത്തിലേക്ക് പോകാൻ, മനസ്സിലായോ? വിശുദ്ധിയിലേക്ക് പോകാൻ. അതുകൊണ്ടല്ലോ കർത്താവ് പറയുന്നത് എന്താ? നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, പിന്നെയോ വിശുദ്ധിയിലേക്ക്, ഇല്ലേ? ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്കാണ് ഈ അപ്പൻ മക്കളെ വിളിക്കുന്നതെങ്കിൽ, എൻ്റെ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവം ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനും നിങ്ങളും സന്തോഷത്തിലേക്ക് എത്തിച്ചേരണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവനാകുന്ന സന്തോഷത്തിലേക്ക് ഞാനും നിങ്ങളും എത്തണം, സ്വർഗത്തിലെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവപിതാവ് അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും കർത്താവ് ഈ സഭയിലൂടെ നമുക്ക് തരുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ നിത്യജീവനാകുന്ന ഈ വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കിടക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. എത്രാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? 6-ാം ദിവസം, ഇല്ലേ? ദൈവം 6-ാം ദിവസം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു, ഇല്ലേ? ഉൽപ്പത്തി 2-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ വചനം എഴുതി വെക്കുന്നുണ്ട്, താൻ വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. ബൈബിൾ പ്രകാരം 6 എന്ന് പറയുന്നത് അപൂർണതയുടെ പര്യായമാണ്. മനസ്സിലായോ? അപ്പോൾ ബൈബിൾ പ്രകാരം 7 പൂർണ്ണതയുടെ പര്യായമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപൂർണതയുടെ പര്യായമായ 6-ാം ദിവസത്തിലാണെങ്കിൽ, ഈ അപൂർണതയുടെ പര്യായമായ 6-ാം ദിവസത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് ദൈവം ഓരോ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ട്, മക്കളെ, നീ ഈ അപൂർണതയിൽ ജീവിക്കരുത്, പിന്നെയോ പൂർണ്ണതയിൽ ജീവിക്കണം. ആ 7-ാം ഒരു ദിവസം നിൻ്റെ മുമ്പിലുണ്ട്. ഞാൻ അനുഗ്രഹിച്ച ഒരു 7-ാം ദിവസം നിന്റെ തൊട്ട് മുമ്പിലുണ്ട്. അതിലേക്ക് നീ എത്തപ്പെടണം, പൂർണ്ണതയിലേക്ക് നീ എത്തപ്പെടണം. മനസ്സിലായോ? 6-ാം ദിവസത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. 6-ാം ദിവസത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ദൈവം പറയുന്നു, നീ ഈ അപൂർണതയിൽ കിടക്കേണ്ടവനല്ല, നീ 7-ാം ദിവസത്തിൻ്റെ ഈ പൂർണ്ണതയിലേക്ക് എത്തേണ്ടവനാണ്. ഇപ്പം മനസ്സിലായി? ഈ വചനങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെക്ക്. നമ്മളെ വിളിച്ചിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ സന്തോഷത്തിലേക്ക് എത്തപ്പെടാനാണ് മക്കളെ, അല്ലാതെ ഈ ലോകത്തിലെ ഉള്ള പാപത്തിൽ വീണ് കെട്ടിക്കിടക്കാനല്ല. ഈ ലോകത്തിലെ എല്ലാ തഴക്കദോഷങ്ങളിലും പെട്ട് നൊമ്പരപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിക്കാനല്ല. ഈ ലോകത്തിലെ ചില സഹനങ്ങളെ കണ്ടിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാനല്ല. ഈ ലോകത്തിലെ ചില മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ചില തിക്താനുഭവങ്ങൾ കണ്ടിട്ട് പേടിയോടെ ജീവിതത്തെ കാണാനല്ല. പിന്നെയോ പൂർണ്ണതയിലേക്ക്, സന്തോഷത്തിലേക്ക്, അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്ക് എത്താനാ. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കാനല്ല, നിത്യജീവനിൽ എന്നേക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തപ്പെടാനാ ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്.
എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അത് മനസ്സിലാക്കി ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് വേറെ ഒന്നും വേണം, എനിക്ക് എൻ്റെ കർത്താവെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ അടുക്കലിരിക്കണം, എനിക്ക് നിൻ്റെ മടിയിലൊന്ന് കിടക്കണം. എൻ്റെ മക്കളെ, അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അത് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ഈ ലോകത്തിലെ ഏത് പാപത്തിൻ്റെ പ്രലോഭനം വന്നാലും തോറ്റുപോകില്ല. മനസ്സിലായോ? എനിക്ക് എൻ്റെ ഈശോ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ ഈശോ മതി. എൻ്റെ മക്കളെ, അങ്ങനെ നീ ഒന്ന് ജീവിച്ചു നോക്ക്. എൻ്റെ ഈശോ അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട, ഈശോയെക്കാളും വലുത് വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഈശോ മതി. മനസ്സിലായോ? അങ്ങനെ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടും ഈശോയിലൂടെ ലഭിക്കുന്ന നിത്യജീവനെ ആഗ്രഹിച്ചുകൊണ്ടും നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് ഏത് പാപത്തെയും തോൽപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? ഏത് സഹനത്തെയും അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും. ഏത് കുറ്റാരോപണത്തെയും, ഏത് തിക്താനുഭവത്തെയും, ഏത് പഴിപറച്ചിലിനെയും അതിജീവിക്കാനുള്ള ഒരു കഴിവും ശക്തിയും കർത്താവ് നിനക്ക് തരും. കാരണം എന്താ? നീ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ നന്മയല്ല, നീ ആഗ്രഹിക്കുന്നത് എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗത്തിൻ്റെ നന്മയാണ്. അതാഗ്രഹിച്ചാൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കർത്താവിന് എന്തിഷ്ടമാണെന്നറിയാമോ? എനിക്കിത് പറയുമ്പം തന്നെ എൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷിക്കുക. അത് ഞാൻ ആ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് മക്കളെ. എൻ്റെ ഉള്ളിൽ കോരിത്തരിക്കുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായോ? എന്നേക്ക് നിലനിൽക്കുന്ന ആ ഒരു ഈശോയിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷത്തിന് വേണ്ടി എൻ്റെ പൊന്നുമക്കളെ, നീ ഒന്ന് ആഗ്രഹിച്ചാലുണ്ടല്ലോ, കർത്താവ് എനിക്കറിയില്ല, നിന്നെ പിന്നെ തമ്പുരാൻ ഏറ്റെടുത്തോളും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ അപൂർണതയിൽ കിടക്കാനല്ല, മുന്തിരിത്തോട്ടത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. ആ ഒരു സമൃദ്ധി, മനസ്സിലായോ? ആ ഒരു സമൃദ്ധി അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സമൃദ്ധിയിൽ എത്തണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ ഈശോ ഇല്ലാതെ അത് കിട്ടില്ല. ഈശോ ഇല്ലാതെ കിട്ടില്ല. യോഹന്നാൻ 10:10 ഈശോ തന്നെ പറയുന്നുണ്ട്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. കണ്ടോ? ആ ഒരു സമൃദ്ധി, ജീവൻ, പരിശുദ്ധാത്മാവ്, കൃപ, കരുണ, ദൈവസ്നേഹം, എൻ്റെ പൊന്നുമക്കളെ, അത് കിട്ടണമെങ്കിൽ അത് യേശുവിലൂടെ മാത്രമേ കിട്ടൂ. അല്ലാതെ നീ ഇവിടെ കിടന്ന് എന്ത് സർക്കസ് കാണിച്ചാലും കിട്ടില്ല. നീ ഇവിടെ കിടന്ന് എത്ര പെരുന്നാൾ കൂടിയാലും കിട്ടില്ല. നീ ഇവിടെ കിടന്ന് എത്ര പെരുന്നാൾ റാസയ്ക്ക് വലിയ റാസാകുരിശും ചുമന്ന് നടന്നാലും അത് കിട്ടില്ല. കിട്ടണമെങ്കിൽ നീ യേശുവിനെ കണ്ണും പൂട്ടി വിശ്വസിക്കണം, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്നേഹിക്കണം, സ്വീകരിക്കണം, യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് നീ ജീവിക്കണം, നിത്യജീവൻ നീ ആഗ്രഹിക്കണം. അങ്ങനെ നീ ഒന്ന് ജീവിച്ചു നോക്ക്. അപ്പോൾ ഉണ്ടല്ലോ, എല്ലാ കാര്യവും സമൃദ്ധമായിട്ട് ലഭിക്കും മക്കളെ. മനസ്സിലായോ? ഫിലിപ്പിയർ 4:19 വചനം പറയുന്നുണ്ട്, പൗലോസ്ലീഹ എഴുതി വെക്കുന്നുണ്ട്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതായത് പിതാവായ ദൈവം നമുക്കൊരു ഗ്യാരൻറ്റി തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ സമൃദ്ധിയിലെത്തപ്പെടാനാണ്, മുന്തിരിത്തോട്ടത്തിൽ നിൽക്കാനാണ്, നിത്യജീവനിൽ ജീവിക്കാനാണെന്ന് പിതാവായ ദൈവം അതിനുവേണ്ടി പിതാവായ ദൈവം നമുക്കൊരു ഗ്യാരൻറ്റി തന്നിട്ടുണ്ട്. ആ ഗ്യാരൻറ്റിയാണ് യേശു ക്രിസ്തു. ആ ഗ്യാരൻറ്റിയാണ് യേശു ക്രിസ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ആ യേശുവിലൂടെ ലഭിക്കുന്ന ഈ ഒരു സമ്മാനം അതിനുവേണ്ടി ആഗ്രഹിക്കണം. അതാ ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും, നിനക്ക് ആവശ്യമുള്ള സമൃദ്ധി നൽകും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് ഇത് സമൃദ്ധിയുടെ അടയാളമാണ് എന്ത്? മുന്തിരിത്തോട്ടം, മുന്തിരിച്ചെടി, മുന്തിരി കൃഷി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ഈ മുന്തിരിച്ചെടി, മുന്തിരിത്തോട്ടം, മുന്തിരി കൃഷിയൊക്കെ അത് ഒരു സുരക്ഷിതത്വത്തിൻ്റെ അടയാളവും കൂടെ കേട്ടോ. അത് 1 രാജാക്കന്മാർ 4:25 വചനം പറയുന്നുണ്ട്, സോളമൻ്റെ കാലം മുതൽ
1 രാജാക്കന്മാർ 4:25. സോളമൻ്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബെർഷേബ വരെ യൂദയായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു. കണ്ടോ? അപ്പം ഈ മുന്തിരിത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സുരക്ഷിതത്വം കാണിച്ചു തരുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കർത്താവ് വിളിക്കുന്നത് എങ്ങോട്ടാ? സുരക്ഷിതത്വത്തിലേക്കാണ്. മനസ്സിലായോ? ആ ഒരു കർത്താവിൻ്റെ സംരക്ഷണയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ തിരുഹൃദയ തണലിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്, വേറെ എങ്ങോട്ടുമല്ല. അവൻ്റെ തിരുഹൃദയത്തിൽ നമ്മൾ എത്തപ്പെട്ടാൽ ആ ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ജീവനുള്ള ഹൃദയമാണ്. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത അത് എപ്പോഴും ജീവൻ തുടിക്കുന്നതാണ്. മനസ്സിലായോ? അതിങ്ങനെ ആ ജീവൻ തുടിക്കുന്ന ഹൃദയത്തിൽ ഒരു മനുഷ്യൻ എത്തപ്പെട്ടാൽ അവൻ പിന്നെ സുരക്ഷിതനവിടെ. മനസ്സിലായോ? അവൻ സുരക്ഷിതനാണ്. അതാണല്ലോ ഈശോ പറഞ്ഞത്, അവൻ എന്നേക്കും ജീവിക്കും. അല്ലേ? എന്നിൽ എത്തപ്പെട്ടാൽ അവൻ എന്നേക്കും ജീവിക്കും. അപ്പം ആ ഒരു സുരക്ഷിതത്വത്തിലേക്കാണ് മക്കളെ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 23:4 വചനം പറയുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഉണ്ടോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ ഒരാൾ എത്തപ്പെട്ടാൽ പിന്നെ അവൻ്റെ ചുറ്റും മരണത്തിൻ്റെ താഴ്വര വന്നാൽ പോലും ഇനി അവൻ ഏത് സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് നടക്കുന്നെങ്കിൽ പോലും ഈ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുച്ചോര തുള്ളി അവനെ സംരക്ഷിക്കും, അവനെ കഴുകും, അവനെ പൊതിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സമൃദ്ധിയിലേക്കാണ് എത്തുന്നത്. ഈ സമൃദ്ധി എത്തണമെങ്കിൽ നമുക്ക് ഈശോ വേണം. ഈശോ ഇല്ലാതെ സമൃദ്ധി എത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഈശോ വേണം. ഇനി ഈ സമൃദ്ധിയിലൂടെ എത്തുന്നത് വഴി അവൻ സുരക്ഷിതനാവുകയാണ്. ആരിൽ? യേശുവിൽ. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഉള്ളിൽ അവൻ പൊതിയപ്പെട്ട് അവൻ സുരക്ഷിതത്വം അനുഭവിക്കുകയാണ്. മനസ്സിലായി? അത് ഏത് മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാലും, ഏത് പാപത്തിൻ്റെ പ്രലോഭനം അവന് മുമ്പിൽ വന്നാലും, ഇനി ഏത് ശത്രു അവനെതിരെ നിന്നാലും, കര ഉയർത്തിയാലും, ഏതൊക്കെ വലിയ ആയുധം അവൻ്റെ ശിരസിന്മേൽ വന്ന് പതിക്കാൻ നോക്കിയാലും അവൻ്റെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടുന്നിടത്തോളം കാലം ഒന്നും അവനെ തൊടില്ല. നീ അതാഗ്രഹിക്കണം. അതാഗ്രഹിക്കാമോ? ഒന്ന് ആഗ്രഹിച്ചു നോക്ക്. നീ ഒന്ന് ഈശോയുടെ നീ പറയണം, കർത്താവേ, നിൻ്റെ തിരുഹൃദയത്തിൽ ഒരു സ്ഥാനം എനിക്ക് തരണം. നിൻ്റെ തിരുഹൃദയത്തിൽ വസിക്കാൻ എനിക്കൊന്ന് പ്രവേശിക്കാൻ എനിക്ക് ഒരു ഇടം തരണം. പ്രാർത്ഥിക്കുക, അവൻ തരും. അവൻ്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. മനസ്സിലായോ? അവൻ്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. നമ്മൾ കയറാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. ഒന്ന് കയറിയാൽ മതി. കർത്താവിന് മുമ്പിൽ ചെന്നിട്ട്, കർത്താവേ, നിൻ്റെ തിരുഹൃദയത്തിലേക്ക് എന്നെ ഒന്ന് പ്രവേശിപ്പിക്കണമേ, എന്നെ ഒന്ന് വസിപ്പിക്കണമേ ഒന്ന് പറ. പിന്നെ ഒന്നിനെ പറ്റിയും നീ പേടിക്കേണ്ട. റോമർ 8:31 പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അതായത് നീ കർത്താവിൻ്റെ കരങ്ങളിൽ തിരുഹൃദയത്തിൽ സുരക്ഷിതനായി കഴിഞ്ഞാൽ പിന്നെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. പിന്നെ നിനക്ക് ഒന്നിനെയും പേടിക്കണ്ട. നീ ഒന്നിനെയും പേടിക്കണ്ട. നീ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പേടിക്കണ്ട. നീ ഒരു പ്രസ്ഥാനത്തെയും പേടിക്കണ്ട. നീ ഈ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളെ നീ പേടിക്കണ്ട. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു സമൃദ്ധിയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ അപൂർണതയുടെ പര്യായമായ 6-ാം ദിവസത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിന്നോടും പറയുകയാണ്, മക്കളെ, നീ അപൂർണതയുടെ പര്യായമായ 6-ൽ കിടക്കരുത്. 6-ാം ദിവസത്തിൽ കിടക്കേണ്ടവനല്ല. പിന്നെയോ പൂർണ്ണതയുടെ പര്യായമായ ഞാൻ വിശുദ്ധീകരിച്ച ഒരു 7-ാം ദിവസം നിന്നെ തൊട്ട് മുമ്പിലുണ്ട്. ആ ദിവസത്തിലേക്ക് നീ എത്തണം. ആ വിശുദ്ധിയിലേക്ക് നീ എത്തണം. നിത്യജീവൻ നീ പ്രാപിക്കണം. നമുക്ക് അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമീൻ.